പ്രൈസ് ദി ലോർഡ്. നീ ഇപ്പോഴും ക്ലീൻ ഷേവാണ്, വെള്ളയുമാണ്, കുഴപ്പമില്ല, ഞായറാഴ്ച വരുന്നുണ്ട്, കർത്തൃമേശ എടുക്കുന്നുണ്ട്, സംഗതിയൊക്കെ ഓക്കെ ആണെങ്കിലും നിനക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴോ അപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് നീ ലോകത്തിൽ മേടിച്ചുകൊണ്ട് അകന്നേക്കുക. അപ്പൻ നല്ലവനായതുകൊണ്ട് ചോദിച്ചപ്പോ തന്നു. കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് അപ്പൻ നല്ലവനായതുകൊണ്ട് തന്നു. ലഭിച്ച നീ കിട്ടിയതും കൊണ്ട് അകന്നു. ഈ 21-ന്റെ 10ാമത്തെ രാത്രി നിന്നോട് ആത്മാ പറയുന്നു, നീ അകന്നിടത്തോളം തിരിച്ചടുക്കണം. നീ എപ്പോഴൊക്കെയോ സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് അകന്നതെല്ലാം ഇന്ന് രാത്രി മടങ്ങി വരണം. എന്റെ ഗതി അധോഗതിയാകാൻ കാരണം ഞാൻ എന്ന അപ്പന്റെ സന്നിധി വിട്ടോ. അതിനൊത്തിരി പുറകോട്ട് പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യണ്ട. നീ എന്ന അപ്പനീ അകന്നോ? നീ എന്ന അപ്പന്റെ വീട് വിട്ടോ? നീ ആ സാന്നിധ്യത്തിൽ നിന്ന് അകന്നോ? അല്ലെങ്കിൽ പറയണം. കൃപയിൽ വന്നിട്ട് അപ്പന്റെ കുറെ സ്വത്ത് കൊണ്ട് കാലിച്ചാക്കി നടന്നില്ല. 10 കാശൊക്കെ കിട്ടിയാൽ ക്ഷാമം വരുന്നതെന്ന് തെറ്റിദ്ധരിക്കല്ലേ. അപ്പന്റെ വീട്ടിൽ നിന്ന് അകലുന്നതനുസരിച്ച് ചോർച്ച അടി കൂടെ സംഭവിക്കും. ഒന്നുകൂടെ ഞാൻ ആ പദം ആവർത്തിക്കുന്നു. അപ്പന്റെ വീട്ടിൽ നിന്ന് നീ അകലുന്നതനുസരിച്ച് നീ കണ്ടതെല്ലാം അടി കൂടെ പോകും. അവസാനം വാളവര കണ്ട് കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി വഴിയെന്നും വേലിക്കരിയെന്നും അകത്ത് കയറ്റിയവൻ 4 നന്മ കിട്ടുമ്പോൾ അപ്പന്റെ വീട് വിടല്, അപ്പന്റെ സന്നിധി വിടല്. 21 വെക്കുന്ന അകന്നുപോയവനെ അടുപ്പിക്കാനാ, 40 വെക്കുന്ന അകന്നുപോയവനെ അടുപ്പിക്കാനാ ദൂത് പറയാൻ ദൈവദാസന്മാരെ വിളിക്കുന്നത്. ഇന്നലകളിൽ പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയ, ഉപവാസിൽ നിന്ന് അകന്നുപോയ ചിലരൊക്കെ അപ്പന്റെ വീടിനോട് അടുപ്പിക്കാനാ. ഈ ദൂത് കേൾക്കുമ്പോൾ അടുത്തു വരുന്നവർക്കായി ഞാൻ ദൈവത്തെ രാത്രി സ്തുതിക്കുകയാ.